2 ദിവസം മുമ്പേ ഒരു ബിസിനസ്മാനായിട്ട് ഇങ്ങനെ സംസാരിച്ച് ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞേ, ഡോക്ടറെ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു നല്ല സ്വീകരണം കിട്ടീനി. അതായത് കയറി ചെല്ലുമ്പോൾ തന്നെ ജ്യൂസ്, അത് കഴിഞ്ഞാൽ ഭക്ഷണം, നമ്മളെ കാര്യങ്ങളൊക്കെ ഓൾ നോക്കീനി. അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾ നോക്കുവിനി. പക്ഷെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 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 പരിഗണനയും സ്വീകരണവും സർവീസും ഒക്കെ കിട്ടീനി. ഇപ്പോൾ കുറച്ചായിട്ട് വീട്ടിൽ എന്തിനു പറയുക, ഒരു നിലയും ബലിയില്ലാത്ത കോലം എന്നാണ്. വീട്ടിലൊരു റെസ്പെക്റ്റ് കിട്ടുന്നില്ല. ഭാര്യൻ്റെ ഭാഗത്തുനിന്നാലും കുട്ടികളുടെ ഭാഗത്തുനിന്നാലും റെസ്പെക്റ്റ് കിട്ടുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അവൾ പറയും നിങ്ങൾക്ക് കണ്ട് എടുത്ത് കുടിച്ചുകൂടെയെന്ന്. അല്ലെങ്കിൽ ചായ പറഞ്ഞാൽ നിങ്ങളെ എന്തിനു പറയുക, എൻ്റെ ഡ്രസ്സ് എവിടെയെന്ന് ചോദിച്ചാൽ പറയും നിങ്ങളെ പിന്നെ തോളുമ്മൽ തൂങ്ങി കിടക്കണം, വായത്തണ്ടൊന്നുമല്ലല്ലോ, കൈ തന്നെയല്ലേ. അപ്പം അങ്ങനെ എന്ത് ചോദിച്ചാലും ഒരു ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസ് ഓറിയൻറ്റേഷനോ കിട്ടാത്ത വീട്ടിലിതുവരെ കിട്ടിയ സാഹചര്യങ്ങൾ മാറിയ ഒരു കോലം. എന്ത് പറഞ്ഞാലും അങ്ങനെ. ഇപ്പം ഒരു ഉദാഹരണത്തിന് പണ്ടൊക്കെ ഒരു കുട്ടി എന്തെങ്കിലും ഇപ്പം മോളെ കുട്ടി ഒന്ന് എന്താണ് പറയുക ടോയ്ലറ്റിൽ പോയാൽ പാമ്പേഴ്സിൽ ഇതാക്കിയാൽ അപ്പിയിട്ടാൽ അത് ഒരു പോയി കഴുകലാണല്ലോ. ഇതിപ്പോൾ നമ്മളോട് പിന്നെ ആ കുട്ടി തുറക്കണം, ആ കുട്ടി ഇതാക്കണം, ഒന്ന് പോയി കഴുകുകയാണെന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയാം. അത് കഴിയാൻ പാടില്ല എന്നുള്ളതല്ല, പക്ഷെ പണ്ടില്ലാത്ത ഓരോ 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 സ്വഭാവങ്ങൾ വീട്ടിലിങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്താ ഇത് സംഭവം എന്ന് വെച്ചു. ഞാൻ മൂപ്പരോട് ചോദിച്ച് നിങ്ങൾ രാവിലെ എപ്പോഴാണ് ഓഫീസിലേക്ക് ഇറങ്ങലെന്ന് ചോദിച്ചു. അല്ല ഞാനങ്ങനെ ഓഫീസിലൊന്നും പോലില്ല, എനിക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല, കാരണം ഓഫീസിൽ ടീമൊക്കെ ആയി ഇതായി, അപ്പം ഞാനെപ്പോഴും പുരേ തന്നെയാണ് ഉണ്ടാകാൻ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് വേണം, നിങ്ങൾക്കത് വേണം. അതായത് പല ബിസിനസ്സുകാരും ചെയ്യുന്നൊരു വലിയ പൊട്ടത്തിലാണിത്. അതായത് നമ്മളെ ഭാര്യൻ്റെയും മക്കളെയും അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ലീഡ് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്, അവരുടെ മുമ്പിൽ അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്നല്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി അല്ലെങ്കിൽ ഓഫീസിൽ പോയി അവരെ സംരക്ഷണത്തിന് ആവശ്യമായ ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെയുണ്ടല്ലോ, അവരെ സംരക്ഷണത്തിന് ആവശ്യമായ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നണം. അപ്പോഴാണ് അവർ നമുക്കൊരു അവരുടെ പ്രൊവൈഡർ ആൻഡ് പ്രൊട്ടക്ടർ ആൻഡ് ലീഡർ എന്നുള്ള ബഹുമാനം തരുള്ളൂ. ഇത് ദിവസം മുഴുവൻ വീട്ടിലിരിക്കുക, പണിക്ക് പോകാണ്ടിരിക്കുക. സത്യത്തിൽ മുമ്പ് പണിക്ക് പോകേണ്ട ആവശ്യമില്ല, അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പോകാണ്ടിരിക്കരുത്. നമ്മൾ മരിക്കുന്ന അന്ന് രാവിലെ വരെ എന്ത് വേണമെന്ന് വെച്ചാൽ, മരിക്കണ അന്ന് രാവിലെ വരെ നമുക്കൊരു വിഷനും ഉണ്ടായിരിക്കണം, ഒരു ഗോളും ഉണ്ടായിരിക്കണം. ആ ഗോളിൻ്റെ പിന്നാലെ നമ്മൾ ഓടും വേണം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഗോളിൻ്റെയും വിഷൻ്റെയും അല്ലെങ്കിൽ പർപ്പസിൻ്റെയും പിന്നാലെ വളരെ എഫക്റ്റീവായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. രാവിലെ എഴുന്നേറ്റ് തുണിപ്പാൻ മാറ്റി ഓഫീസിലേക്കോ അല്ലെങ്കിൽ ചാരിറ്റിക്കോ എന്തിനാലും കുഴപ്പമില്ല കേട്ടോ, ഈവൻ ചാരിറ്റി വർക്കിന് പോയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പോകണം. അങ്ങനെ പോകുന്ന ഒരാളോട് വീട്ടുകാർക്ക് വലിയൊരു ബഹുമാനം ഉണ്ടാവും. മറ്റത് നിങ്ങൾ എത്ര പൈസക്കാരനായിട്ടും കാര്യമില്ല. ഇവരെ വീട്ടിൽ ആവശ്യത്തിലധികം അവൈലബിലിറ്റി കാണിച്ചാൽ ആദ്യത്തെ ദിവസം അവൾ ഓറഞ്ച് ജ്യൂസ് തരും, രണ്ടാമത്തെ ദിവസം അവൾ ചായ തരും, മൂന്നാമത്തെ ദിവസം അവൾ പച്ചവെള്ളം തരും, നാലാമത്തെ ദിവസം ഒരു വാണ ഉണ്ടാക്കി കുടിച്ചോളിന്ന്, അഞ്ചാമത്തെ ദിവസം ഉള്ളവർ പിന്നെ ഞാൻ ഇവിടെ തിരക്കിലാണ്, ഒരു പണി എടുത്തുകൊണ്ട് നിങ്ങളൊരു ജ്യൂസ് ഉണ്ടായി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മളോട്. കാരണം നമ്മളവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. നമ്മൾ ജീവിതത്തിന് വേണ്ടി ഒരു വിഷയം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് ആര് കാണുന്നില്ല, അവൾ കാണുന്നില്ല. അപ്പോൾ അത് പലരും ചെയ്യുന്ന ബിസിനസ്സിൽ സക്സസ് ആയതിനു ശേഷം ചെയ്യുന്ന ഒരു പൊട്ടത്തിലാണ്. എന്ത് വീട്ടിലിരിക്കുക, വീട്ടിൽ ഓവറായിട്ട് അവൈലബിൾ ആകാൻ പാടില്ല. വെറുതെ ഇരിക്കുന്നു എന്ന് കുടുംബത്തിന് തോന്നാൻ പാടില്ല. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് നഷ്ടപ്പെടും. നമ്മൾ അവർ വീട്ടിലെ എല്ലാ പണി എടുപ്പിക്കും. നമ്മളോട് വേണമെങ്കിൽ മീൻ മത്തി വരെ മുറിപ്പിക്കും, എല്ലാ പണിയും നമ്മൾ എടുക്കേണ്ടി വരും. കാരണം നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങൾ പുറത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം, പുറത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അവർ നിങ്ങളെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യിപ്പിച്ചിരിക്കും. അതാണ് സംഭവം കേട്ടോ.